ബ്രഹ്മാണ്ഡ ചിത്രങ്ങളുടെ സംവിധായകനാണ് ശങ്കർ. സംവിധാനം മാത്രമല്ല, ചലച്ചിത്ര നിർമ്മാതാവും തിരക്കഥാകൃത്തുമാണ് അദ്ദേഹം. 1993 ജെന്റിൽമാൻ എന്ന ചിത്രത്തിലൂടെ സംവിധായകനായി അദ്ദേഹം അരങ്ങേറ്റം കുറിച്ചത്. സംഗീത സംവിധായകൻ AR റഹ്മാനുമായി സഹകരിച്ചാണ് ശങ്കർ തന്റെ ചിത്രങ്ങൾക്ക് സംഗീതമൊരുക്കുന്നത്. കോളിവുഡിനെയും ടോളിവുഡിനെയും ഒരുപോലെ ഇളക്കിമറിച്ച സംവിധായകനാണ് അദ്ദേഹം. ശങ്കറിന്റെ സൈക്കോളജിക്കൽ ത്രില്ലർ അന്യൻ 2005 പുറത്തിറങ്ങിയത്. ഏറെ നിരൂപണപരവും വാണിജ്യപരവുമായ വിജയത്തോടെയാണ് ചിത്രം വിജയിച്ചത്. അന്യനു ശേഷം അക്കാലത്ത് ഏറ്റവും ചെലവേറിയ ഇന്ത്യൻ ചിത്രമായ ശിവാജിയിൽ 2007 രജനീകാന്തിനൊപ്പം ശങ്കർ ഒന്നിച്ചു. അതും വമ്പൻ വിജയമായി. ഒരു ബ്രാൻഡായി ശങ്കർ എന്ന സംവിധായകൻ മാറുകയായിരുന്നു. സമ്പന്നമായ പാട്ടുകൾ, താരനിബിഡമായ കാസ്റ്റിംഗ്, എക്സോട്ടിക് ലൊക്കേഷനുകൾ എല്ലാം ശങ്കർ സിനിമകളുടെ പ്രത്യേകതകളായിരുന്നു. അദ്ദേഹത്തിന്റെ മാസ്റ്റർ പീസ് എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന സിനിമയായിരുന്നു 1996 മെയ് 9 ലോകമെമ്പാടും റിലീസ് ചെയ്ത ഇന്ത്യൻ. റിലീസ് ചെയ്തതിന് ശേഷം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ തമിഴ് ചിത്രമായി ഇത് മാറി. 29 വർഷങ്ങൾക്ക് മുമ്പ് റിലീസ് ചെയ്ത ഇന്ത്യന്റെ പുതുമ ഇന്നും നഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ ഇന്ത്യൻ 2 കമൽഹാസനെ പോലെ ഒരു വലിയ താരസാന്നിധ്യം ഉണ്ടായിട്ടും തിയേറ്ററുകളിൽ അടിപതറുകയാണ് ചെയ്തത്. ആരാധകർ ഒരുപോലെ സിനിമയെ തള്ളിപ്പറയുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. നിരുത്തരവാദപരമായ സംവിധായകൻ ശങ്കർ, അശ്രദ്ധമായ ചലച്ചിത്ര നിർമ്മാതാവ് ശങ്കർ തുടങ്ങിയ ഹാഷ്ടാഗുകൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആയി. ഇന്ത്യൻ 2 ക്ഷീണം മാറ്റാനും തന്റെ പ്രതാപം തിരികെ കൊണ്ടുവരാനും സാധിക്കുമെന്ന് കരുതി രാം ചരണിനെ നായകനാക്കി ശങ്കർ സംവിധാനം ചെയ്ത ബിഗ് ബഡ്ജറ്റ് പൊളിറ്റിക്കൽ ചിത്രമാണ് ഗെയിം ചേഞ്ചർ. ശങ്കർ സംവിധാനം ചെയ്യുന്ന ആദ്യ തെലുങ്ക് ചിത്രം എന്ന പ്രത്യേകതയും ഇതിനുണ്ടായിരുന്നു. സ്ഥിരം ശങ്കർ സിനിമകളെ പോലെ വലിയ ക്യാൻവാസിലാണ് ചിത്രവും ഒരുക്കിയത്. ചിത്രത്തിന്റെ ഗാനങ്ങളുടെ ലിറിക്കൽ വീഡിയോകൾ ട്രോളുകൾ ഏറ്റുവാങ്ങി. കോടിക്കണക്കിന് രൂപ ചിലവാക്കിയിട്ടും നായകന്റെയും നായികയുടെയും ചിത്രങ്ങൾ ഫോട്ടോഷോപ്പ് ചെയ്തതുപോലെയാണ് വീഡിയോയിൽ ഉപയോഗിച്ചിരിക്കുന്നതെന്നാണ് ആക്ഷേപം. ഇന്ന് റിലീസ് ചെയ്ത ചിത്രത്തിന്റെ പ്രതികരണവും തൃപ്തികരമല്ല. മാറി മാറി വരുന്ന പ്രേക്ഷകരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ശങ്കർ ഇനി അപ്ഡേറ്റ് ചെയ്യണമെന്നാണ് സിനിമാ ആസ്വാദകരും പറയുന്നത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.